Carnot cycle 4 പ്രോസസ്സാണുള്ളത്. ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡിയബാറ്റിക് കംപ്രഷൻ. 4 പ്രോസസ്സിൻ്റെ സ്റ്റെപ്സ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ, ഇഫ് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം P1, V1, T1, ഇറ്റ് ഐസോതെർമൽ എക്സ്പാൻഷൻ ആയതുകൊണ്ട് P2, V2, T1. ഇവിടെ നിന്ന് തുടങ്ങണം. P2, V2, T1 ടു adiabatic expansion ആകുമ്പോൾ P3, V3, T2. ടെമ്പറേച്ചർ ഓൾസോ ചേഞ്ചസ്. മൂന്നാമത്തെ പ്രോസസ്സിൽ എന്താ വരിക? ഐസോതെർമൽ കംപ്രഷൻ ആകുമ്പോൾ തീർന്നെടുത്ത്, അതായത് P3, V3, T2, ഇത് എൻഡ്സ് ഇൻ ഐസോതെർമൽ ആണ്. സോ P4, V4, temperature remains constant, T2. And the final process is adiabatic process. Adiabatic process തീർന്നത് P4, V4, T2 and ends in the first stage, that is P1, V1, T1. പ്രോസസ്സ് ഓർമ്മയുണ്ടല്ലോ. ഇനി നമ്മുടെ PV ഡയഗ്രം നമുക്ക് ഒന്നുകൂടെ റിമെമ്പർ ചെയ്യാം. PV ഡയഗ്രത്തിൽ എക്സ് ആക്സിസിൽ വോളിയം, വൈ ആക്സിസിൽ പ്രഷർ, ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻഡിക്കേറ്റർ ഡയഗ്രാം. ആദ്യത്തെ പ്രോസസ്സ് എക്സ്പാൻഷൻ ആണ്, ആരോ താഴോട്ട്. This is isothermal expansion. Next is adiabatic expansion, arrow താഴോട്ട്, but much steeper. കുറച്ചും കൂടെ സ്റ്റീപ്പായിട്ട് വരയ്ക്കണം. ഇതിൽ നിന്ന് കുറച്ചും കൂടെ സഡൻ ആയിട്ടുള്ള ചേഞ്ച് ആണ്. ക്വിക്ക് പ്രോസസ്സാണ് adiabatic പ്രോസസ്സ്. നെക്സ്റ്റ് ഈസ് isothermal compression, തിരിച്ചു വരയ്ക്കണം. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് adiabatic compression. ആരോ മസ്റ്റാണ്. പ്രോസസ്സ് എഴുതണം. ദാറ്റ് ഇസ് P1, V1, T1 to P2, V2, T1. ഫസ്റ്റ് പ്രോസസ്സ് P2, V2, T1 to P3, V3, T2. അത്രയും എന്ന് പറയുന്നത് അഡിയബാറ്റിക് എക്സ്പാൻഷൻ ആണ്. അടുത്തത് ഐസോതെർമൽ കംപ്രഷൻ ആണ് ഈ ആരോ. അപ്പോൾ അതെന്ത് ചെയ്യണം? അതിന് പേര് കൊടുത്താൽ, ഇത് A, B, C, D എന്ന് പേര് കൊടുത്താൽ AB indicates isothermal expansion, BC indicates adiabatic expansion. Here we have to draw DC or CD is isothermal compression. Compression ആകുമ്പോൾ ഈ പ്രോസസ്സിൽ അവസാനത്തെ പോയിന്റാണ് നമുക്ക് എഴുതേണ്ടത്. That is, it becomes P4, V4, temperature remains constant, T2. And DA is represents adiabatic compression. ഇൻഡിക്കേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, മറ്റേ പ്രോസസ്സ് വരയ്ക്കുമ്പോൾ അത്രയും ഉണ്ടായിരിക്കും. ഇനി ഓരോ പ്രോസസ്സിലെയും വർക്ക് ഡൺ എന്താണെന്ന് നോക്കാം. വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യത്തെ വർക്ക് ഡൺ ഐസോതെർമൽ എക്സ്പാൻഷൻ ആയതുകൊണ്ട് ഇറ്റ്സ് W1 ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ ലെറ്റർ Q1. ഇറ്റ്സ് അപ്ലൈഡ് ടു ദ സിസ്റ്റം. അപ്പോൾ അതിൽ നമുക്കറിയാം, ജനറൽ ഇക്വേഷൻ അറിയാം, μRT log final volume by initial volume. Here final volume is V2, initial volume is V1 അല്ലേ? ഇനി ആ ഒരു പ്രോസസ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ആൻഡ് ആ പ്രോസസ്സിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ T1 ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? μRT1 ln V2 by V1, that is isothermal expansion. Next is adiabatic expansion. Adiabatic expansion, you can write it as W2 and the equation is നമുക്കറിയാം μR by gamma minus 1 into initial temperature minus final temperature. Initial temperature എന്താണ്? T1 minus T2. ഈ രണ്ട് ഇക്വേഷൻ എഴുതാനും നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. And the third process is isothermal compression. Isothermal compression ആകുമ്പോൾ, and you have to write the equation as W3 work, and here you have to put it as Q2. മറ്റേത് Q1, ഇവിടെ Q2. കംപ്രഷന് Q2, ഐസോതെർമൽ പ്രോസസ്സിന്. ജനറൽ ഇക്വേഷൻ എഴുതാം μRT ln, ബ്രാക്കറ്റിനകത്ത് വോളിയത്തിൻ്റെ ചേഞ്ച് ആണ് നമ്മൾ എഴുതേണ്ടത്. T എന്താണ് ഇവിടെ? ടെമ്പറേച്ചർ T2. ഇനിയും സിൻസ് ദിസ് ഇസ് എ കംപ്രഷൻ പ്രോസസ്, മറ്റൊരു നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത് ഫൈനൽ വോളിയം ബൈ ഇനീഷ്യൽ വോളിയം ആയിരുന്നു. കംപ്രഷൻ ആയതുകൊണ്ട് നമ്മൾ തിരിച്ചുള്ള വോളിയമാണ് എഴുതേണ്ടത്. ദാറ്റ് ഈസ്
ഹിയർ ഇനീഷ്യൽ വോളിയം ബൈ ഫൈനൽ വോളിയം. എന്തുകൊണ്ടാണ് അത് എഴുതിയെന്ന് മനസ്സിലായല്ലോ? സിൻസ് ദ പ്രോസസ് ഇസ് കംപ്രഷൻ. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് പ്രോസസ് ഇസ് അഡിയബാറ്റിക് കംപ്രഷൻ. കംപ്രഷൻ ആയതുകൊണ്ട് തിരിച്ചെഴുതണം. നമുക്ക് എഴുതി നോക്കാം. W4 is equal to mu r by gamma minus 1 into, നമ്മൾ സാധാരണ എഴുതുന്നത് ഇനീഷ്യൽ ടെമ്പറേച്ചർ മൈനസ് ഫൈനൽ ടെമ്പറേച്ചർ ആണ്. അങ്ങനെയാണെങ്കിൽ T2 മൈനസ് T1 എന്നാണ് എഴുതേണ്ടത്. സിൻസ് ദ പ്രോസസ് ഇസ് കംപ്രഷൻ, യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ആസ് T1 മൈനസ് T2. ഓക്കെ, അപ്പോൾ നമ്മുടെ 4 ഇക്വേഷൻസും റെഡിയായി. എക്സ്പാൻഷൻ്റെയും 2 എക്സ്പാൻഷൻ്റെയും 2 കംപ്രഷൻ്റെയും ഇക്വേഷൻസ് റെഡിയായി. ഐസോതെർമൽ എക്സ്പാൻഷൻ ഇക്വേഷന് മറ്റ് ചേഞ്ച് ഒന്നുമില്ല. ഈ μr T1 കൊടുത്തു എന്നേ ഉള്ളൂ. അഡിയബാറ്റിക് എക്സ്പാൻഷൻ യാതൊരു വ്യത്യാസമില്ല. നമ്മൾ പഠിച്ച ഇക്വേഷൻ അതുപോലെ എഴുതുന്നു. അടുത്ത 2 കംപ്രഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ വോളിയം ബൈ ഫൈനൽ വോളിയവും, അഡിയബാറ്റിക് കംപ്രഷന് ഫൈനൽ ടെമ്പറേച്ചർ മൈനസ് ഇനീഷ്യൽ ടെമ്പറേച്ചർ എന്നും കൊടുത്തു. സോ യു ഹാവ് ടു ഫൈൻഡ് ദ നെറ്റ് വർക്ക് ഡൺ. നെറ്റ് വർക്ക് ഡൺ എന്ന് പറയുന്നത് W1 പ്ലസ് W2 മൈനസ് W3 മൈനസ് W4. എന്തുകൊണ്ടാണ്? 2 കംപ്രഷൻ പ്രോസസ്സിലും വർക്ക് ഡൺ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഡെറിവേഷൻ്റെ അവസാനം വർക്ക് ഡൺ ഈസ് നെഗറ്റീവ്. അപ്പം നമുക്ക് ആ കിട്ടിയ വാല്യൂസ് എന്തൊക്കെയാണോ 1 പ്ലസ് 2 പ്ലസ് മൈനസ് 3 പ്ലസ് മൈനസ് 4 അത്രയും കൂടെ ആഡ് ചെയ്യും. ആ ഇക്വേഷൻസ് അതേപോലെ എടുത്ത് എഴുതി വെച്ചേക്കാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൽ ഇത് μr ഗാമ മൈനസ് 1 T1 മൈനസ് 2 മൈനസ് T2, ഇത് മൈനസ് μr ഗാമ മൈനസ് 1 T1 മൈനസ് T2 ആണ്. ക്യാൻസൽ ആവുന്ന ടേംസിനെ നമുക്ക് അങ്ങ് ക്യാൻസൽ ആക്കാം. ക്യാൻസൽ ആക്കി കഴിയുമ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഈസ് എന്താ നമുക്ക് കിട്ടിയത്? μr T1 ln V2 by V2 മൈനസ് μr T2 ln V3 by V4 ആണല്ലോ. ഇനി ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എഫിഷ്യൻസി കണ്ടുപിടിക്കണം. എഫിഷ്യൻസിയുടെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് Q2 ബൈ Q1 ആണ്. ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിച്ചു, അത്രയേ ഉള്ളൂ. ഇനി എഫിഷ്യൻസിക്കകത്തോട്ട് Q2ഉം Q1ഉം ഇന്നതാണ് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ് Q1, ഐസോതെർമൽ കംപ്രഷൻ ആണ് Q2. ദാറ്റ് ഈസ് 1 മൈനസ് കംപ്രഷൻ μr T2. കംപ്രഷൻ ആയതുകൊണ്ട് വോളിയം വാല്യൂ തിരിച്ചിടാൻ പറഞ്ഞു. V3 ബൈ V4 ഇനിഷ്യൽ ബൈ ഫൈനൽ ബൈ μr T1 ln V2 ബൈ V1 ഫൈനൽ ബൈ ഇനിഷ്യൽ. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ യു ഗെറ്റ് 1 മൈനസ് T2 ബൈ T1. ഇത് Q2 ബൈ Q1ൽ നിന്ന് T2 ബൈ T1ലേക്ക് എത്തി. ഇത്രയേ ഉള്ളൂ കാർനോട്ട് സൈക്കിളിൻ്റെ എന്താണ് വർക്ക് ഡൺ, ടോട്ടൽ വർക്ക് ഡണ്ണും എഫിഷ്യൻസി. അപ്പം ഞാൻ പറഞ്ഞു സിംപ്ലിഫൈ ചെയ്ത് എത്തുകയാണെന്ന് പറഞ്ഞു. ആ സിംപ്ലിഫിക്കേഷൻ പ്രോസസ്സ് ഒരിക്കലും പരീക്ഷയ്ക്ക് എഴുതാൻ പറയില്ല. എന്നിരുന്നാൽ പോലും നമ്മൾ ആ സിംപ്ലിഫിക്കേഷൻ പ്രോസസ്സ് എന്തായിരുന്നു എന്നറിയണം. പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നമ്മുടെ ജോലി അവസാനിച്ചു. ഈ ഇത്രയും എഴുതി വെച്ചാൽ മതി. എന്താണ് കാർനോട്ട് സൈക്കിൾ, എന്താണ് ഇൻഡിക്കേറ്റർ ഡയഗ്രാം, ഓരോ സ്റ്റെപ്പിലുമുള്ള വർക്ക് ഡൺ W1, എക്സ്പാൻഷനകത്ത് Q1 എന്ന് കൊടുക്കണം, അഡിയബാറ്റിക് എക്സ്പാൻഷൻ ഇക്വേഷൻ എഴുതുന്നു, ഐസോതെർമൽ കംപ്രഷൻ അതിനെ Q2 എന്ന് കൊടുക്കണം, ലാസ്റ്റ് വർക്ക് ഡൺ അഡിയബാറ്റിക് കംപ്രഷൻ. ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ 4ഉം കൂടെ ആഡ് ചെയ്യണം. കംപ്രഷൻ 2ഉം നെഗറ്റീവാണ് വരുന്നത്. അപ്പോൾ അവിടെ 2 പ്രോസസ്സ് നെഗറ്റീവായി പൊക്കോളും. അഡിയബാറ്റിക്കിൻ്റെ 2 പ്രോസസ്സ് ക്യാൻസലായി പൊക്കോളും. ഓക്കെ, പിന്നെ നമ്മുടെ എഫിഷ്യൻസിയാണ്. എഫിഷ്യൻസി ഈസ് 1 മൈനസ് Q2 ബൈ Q1. ആ 2 ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക മാത്രം ചെയ്യുക, ഫൈനൽ റിസൾട്ട് എഴുതുക. എന്നിട്ട് സിംപ്ലിഫിക്കേഷൻ യു ഗെറ്റ് ദിസ് വാല്യൂ എന്ന് എഴുതിയാൽ മതി. ഇനി എന്താണ് സിംപ്ലിഫിക്കേഷൻ എന്ന് നോക്കാം. അഡിയബാറ്റിക് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇക്വേഷൻ P2 V2 T1 ടു P3 V3 T2 ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ TV raised to gamma minus 1 is a constant എന്ന് കൊടുക്കുകയാണ്.
അപ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ T1 V2 raised to gamma minus 1 is equal to T2 V3 raised to gamma minus 1 ആണോ? ഈ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ അതാണ് ആവുന്നത്, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഇങ്ങോട്ടൊന്ന് ഡിവൈഡ് ചെയ്യുന്നു. വാട്ട് ഈസ് T1 by T2? T1 by T2 എന്ന് പറഞ്ഞാൽ V3 by ഇങ്ങോട്ട് എന്ത് വരണം? ഇവിടെ കിടന്ന ക്വാണ്ടിറ്റി ഇങ്ങോട്ട് വരണം, V2. അതിൻ്റെയും പവർ സെയിം ആയതുകൊണ്ട് രണ്ടിനും കൂടെ ചേർത്ത് ഹോൾ റേസ് ടു ഗാമ മൈനസ് 1 എന്ന് കൊടുത്തു. ഓക്കെ ആണോ? അതേപോലെ തന്നെയാണ് ഒരു കംപ്രഷൻ കിടപ്പുണ്ട്. കംപ്രഷനിൽ നമ്മൾ ഇതേ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. എന്താ വരിക? T2 V4 raised to gamma minus 1 is equal to T1 V1 raised to gamma minus 1. മറ്റേപോലെ തന്നെ T1 by T2 ആണ് നമുക്ക് കണ്ടത്. T1 by T2, T2നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ എന്ത് വരും? ഈ V1നെ ഇങ്ങോട്ട് കൊണ്ടുവരണം. V1 V4 by V1 the whole raised to gamma minus 1. ഓക്കെ, ഇവിടെ നമുക്ക് T1 by T2 ഒരു ഇക്വേഷൻ കിട്ടി. തൊട്ട് മുന്നേ T1 by T2 ഒരു ഇക്വേഷൻ കിട്ടി. അപ്പോൾ T1 by T2ൻ്റെ ആ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള രണ്ട് ടേംസ് തമ്മിലൊന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. അതായത് V3 by V2 the whole raised to gamma minus 1ഉം ഇവിടെ നമുക്ക് കിട്ടിയ എന്താണ്? V4 by V1 the whole raised to gamma minus 1ഉം ഞാൻ ഇക്വേറ്റ് ചെയ്ത് ഇങ്ങോട്ട് എഴുതുകയാണ്. ഇവിടെ നമുക്ക് കിട്ടിയ ടേം V3 by V2, V3 by V2 the whole raised to gamma minus 1. ഗാമ മൈനസ് 1 രണ്ടെടുത്തു നിന്നും കളയാം. കളഞ്ഞു കഴിയുമ്പോൾ you can write it as V3 by V4 is equal to V2 by V1. ശരിയാണോ? V3 by V4 is equal to V2 by V1. കിട്ടുമല്ലോ. എന്തിനാ ഇത് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ, നമ്മൾ പറഞ്ഞു ഓൺ സിംപ്ലിഫിക്കേഷൻ നമുക്ക് റിസൾട്ടിലേക്ക് വന്നെന്ന്. V3 by V4 is equal to V2 by V1. ന്യൂമറേറ്ററിലുള്ള ഈ ടേമും ഈ ടേമും തുല്യമാണെന്നർത്ഥം ആണല്ലോ. പിന്നെ മ്യൂ ആർ ടിയും ക്യാൻസൽ ആയിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ എഴുതുന്നത് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 1 മൈനസ് T2 by T1 എന്ന് എഴുതിയത് അങ്ങനെയാണ്. ഇതിനകത്തെ ഈ ഒരൊറ്റ ടേമിൻ്റെ, അതായത് ഈ ടേമിൻ്റെ, ഈ സ്ക്വയർ ബ്രാക്കറ്റിൽ വരച്ച ടേമിൻ്റെ സിംപ്ലിഫിക്കേഷന് വേണ്ടിയാണ് ഞാൻ അത്രയും പറഞ്ഞത്. ഇതെങ്ങനെയാണ് വന്നതെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ കാർനോട്ട് സൈക്കിൾ പ്രോസസ്സ്, വർക്ക് ഡൺ ഉൾപ്പെടെ. സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ.